ഒരു നാടൻ പാട്ടാണ്. ശ്രീമതി സത്യവതി എടുത്തി അതിനായി സാദരം ക്ഷണിക്കുന്നു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നിങ്ങൾ നാടൻ പാട്ടെന്നൊക്കെ പറയുമ്പോൾ വല്ല കലാഭവൻ മണിയുടെ പോലെയുള്ള പാട്ടാവും എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. അങ്ങനെയൊന്നല്ല. അത് ഞാൻ എൻ്റെ ഒരു ജീവിതാനുഭവം ഒരു നാടൻ പാട്ടായിട്ട് ഞാൻ അവതരിപ്പിക്കാൻ നോക്കുകയാണ്. ശരിയാവുമെന്നൊന്നും അറിയില്ല. എന്തായാലും ശ്രമിക്കാം. വരികൾ കിട്ടുമെന്നും അറിയില്ല. കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നിർത്തും. അപ്പോൾ ഈ ഇന്നത്തെ ഒരു വല്ലാത്തൊരു പ്രതിസന്ധിയാണ് കേരളത്തിൽ. ഈ തെരുവ് നായ ഭീഷണി അത് ഒരിടയ്ക്ക് വല്ലാത്ത കൂടുതലായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഒന്നും ചെയ്യണമില്ല. ചെയ്യുക പറഞ്ഞാൽ എന്താ ചെയ്യുക എന്നുള്ളത് അറിയില്ല. പട്ടികളെ കൊല്ലുക എന്ന് പറഞ്ഞാൽ അത് എനിക്കും ഞാനൊരു മൃഗസ്നേഹി തന്നെയാണ്. പക്ഷേ എന്തെങ്കിലും ഒന്ന് ഞാൻ അവരെ സമീപിച്ചു. ഞാൻ നേരിട്ടിട്ടുള്ള ഒരു അനുഭവമാണത്. ഞാനൊരു തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ അവരെ ചെന്ന് കണ്ട്. പക്ഷെ അവർ പറഞ്ഞു ഞങ്ങൾക്ക് നിയമമൊന്നുമില്ല, അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ കുറേ ശ്രമിക്കുന്നുണ്ട്, അതിൻ്റെ ശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അത് ഇവിടെ മാത്രമല്ല, കേരളത്തിൽ മൊത്തം ഉള്ള ഒരു ഇതാണ്. പക്ഷെ അത് ഈ കുറേ കാരണങ്ങൾ നമ്മുടെ മനുഷ്യനിർമ്മിതമായിട്ടുള്ള കാരണങ്ങൾ തന്നെയാണ്. ഈ വേസ്റ്റ് വലിച്ചെറിഞ്ഞിട്ടും അങ്ങനെ. അപ്പോൾ അവർക്ക് വേറെ തീറ്റ കിട്ടില്ല. അപ്പോൾ അവർ അതിന് വേണ്ടിയിട്ട് വരും. പിന്നെ ഞാൻ ഒബ്സർവ് ചെയ്ത് എനിക്കൊരു പട്ടിയുണ്ട്. അതിനെ ഈ പട്ടികളുടെ ഇടയിൽ കുറച്ച് അസൂയൊക്കെ ഉള്ള കൂട്ടത്തിലാണ് തോന്നുന്നുണ്ട്. എന്താ വെച്ചാൽ എൻ്റെ പട്ടിയെ ഞാൻ ഇങ്ങനെ താലോലിക്കണത് അവർക്ക് ഇഷ്ടമല്ല. അപ്പോൾ അവർക്ക് ആ കൂട്ടത്തിൽ പെടണം എന്നുള്ള ഒരു ഇതും കൂടി ഉണ്ട്. അപ്പോൾ എന്നെ കണ്ടാലും അവർക്ക് ആ കൂട്ടം നായ്ക്കളെ എൻ്റെ അടുത്തേക്ക് വരും. 2-3 പ്രാവശ്യം ഞാൻ രക്ഷപ്പെട്ടതാണ്. ഇനി അടുത്ത പ്രാവശ്യം ഇനി എന്താ ഉണ്ടാവുക എന്നറിയില്ല. അപ്പം ഞാൻ ആ കവിതയല്ല നാടൻ പാട്ടിലേക്ക് കടക്കാം. സ്വർഗത്തിൽ നിന്നാണോന്നറിയില്ല, നരകത്തിൽ നിന്നാണോന്നറിയില്ല. സ്വർഗത്തിൽ നിന്നാണോന്നറിയില്ല, നരകത്തിൽ നിന്നാണോന്നറിയില്ല. എന്നെ വിളിക്കാൻ ആളെ വിട്ടു, ഞാനൊട്ടും പോയില്ല കൂട്ടുകാരെ. എന്നെ വിളിക്കാൻ ആളെ വിട്ടു, ഞാനൊട്ടും പോയില്ല കൂട്ടുകാരെ. ഞാൻ എൻ്റെ തൊടിയിലെ ഒരു മൂലയിൽ തേങ്ങ പൊളിച്ചങ്ങ് നിൽക്കുന്നേരം ഒരു കൂട്ടം നായകൾ എൻ്റെ ചുറ്റും ജീവനെടുക്കാനായി പാഞ്ഞു വന്നു. ഒരു കൂട്ടം നായകൾ എൻ്റെ ചുറ്റും ജീവനെടുക്കാനായി പാഞ്ഞു വന്നു. ദംഷ്ട്രങ്ങൾ കാട്ടി ചോരക്കണ്ണോടെ കുരച്ച് ചാടി എന്നേരെ. ദംഷ്ട്രങ്ങൾ കാട്ടി ചോരക്കണ്ണോടെ കുരച്ച് ചാടി എന്നേരെ. പടക്കളത്തിലെ അഭിമന്യുവായി ഞാൻ പത്മവ്യൂഹത്തിലകപ്പെട്ടു. ഞാൻ ഉറപ്പാക്കി എന്നന്ത്യമായി, ദൈവങ്ങളെയെല്ലാം ഓർത്തുപോയി. ഞാൻ ഉറപ്പാക്കി എന്നന്ത്യമായി, ദൈവങ്ങളെയൊക്കെ എല്ലാം ഓർത്തുപോയി. ആർത്തു വിളിച്ചു ഞാൻ രക്ഷിക്കണേ, ആർത്തു വിളിച്ചു ഞാൻ രക്ഷിക്കണേ. വിജനത എന്നെ വിയർപ്പിച്ചല്ലോ, വിജനത എന്നെ വിയർപ്പിച്ചല്ലോ. താണുകേണന്നേരം അഭ്യർത്ഥിച്ചു, താണുകേണന്നേരം അഭ്യർത്ഥിച്ചു. ഒക്ടോബർ 12 എത്തിക്കോട്ടെ. താണുകേണന്നേരം അഭ്യർത്ഥിച്ചു, ഒക്ടോബർ 12 എത്തിക്കോട്ടെ. ഗായത്രി സംഗമം കഴിഞ്ഞാലുടൻ എങ്ങോട്ടാണെച്ചാലും എത്തിക്കൊള്ളാം. ഗായത്രി സംഗമം കഴിഞ്ഞാലുടൻ എങ്ങോട്ടാണെച്ചാലും എത്തിക്കൊള്ളാം. എന്നുടെ അഭ്യർത്ഥന കേട്ടുടൻ ഒന്നൊന്നായി പിന്നാക്കം പോയി തുടങ്ങി. എന്നുടെ അഭ്യർത്ഥന കേട്ടുടൻ ഒന്നൊന്നായി പിന്നാക്കം പോയി തുടങ്ങി. ശുനകരെ നന്ദിയോതിയിടുന്നു ഞാൻ, ശുനകരെ നന്ദിയോതിയിടുന്നു ഞാൻ. ശുനകരെ നിങ്ങൾക്ക് മംഗളം മേകുന്നു, മംഗളം നേരുന്നു, മംഗളം നേരുന്നു. എല്ലാവർക്കും മംഗളം നേർന്നിടുന്നു, മംഗളം നേരുന്നു, മംഗളം നേരുന്നു. എല്ലാവർക്കും മംഗളം നേർന്നിടുന്നു.